നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താൽക്കാലിക വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് ഖത്തറിൽ പുനരാരംഭിക്കാനിരിക്കെ റഫ ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ആവർത്തിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തനിക്കെതിരായ അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അനുചിതമെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് പുനരാരംഭിക്കാനിരിക്കെ പ്രതീക്ഷയിലാണ് ലോകം. മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ചർച്ചയിൽ പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ അപ്രായോഗികമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു. കരാർ നടപ്പാക്കുക സങ്കീർണമാണെങ്കിലും ബന്ദികളെ തിരിച്ചുകൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുക എന്നും നെതന്യാഹു പറഞ്ഞു. റഫയ്ക്ക് നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനായിരിക്കും അതെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഒക്ടോബർ 7 സംഭവം മറക്കരുത് എന്നും ഇസ്രായേലിന് പകരം ഹമാസിന് മേലാണ് സമ്മർദ്ദം ചെലുത്തേണ്ടത് എന്നും നെതന്യാഹു അമേരിക്കയെ ഓർമ്മിപ്പിച്ചു. തനിക്കെതിരെ US സെനറ്റ് നേതാവ് ചുക് ഷുമർ നടത്തിയ പ്രതികരണം തികച്ചും അനുചിതമാണെന്നായിരുന്നു നെതന്യാഹു പ്രതികരിച്ചത്. അതിനിടെ സെൻട്രൽ ഗസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 136ആയി. പിന്നീട് 24 മണിക്കൂറിനിടെ 92 പേർ കൂടി കൊല്ലപ്പെടുകയും 130 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 31,645 പേരാണ് ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടത്. വടക്കൻ ഗസയിലേക്ക് ആഴ്ചകൾക്ക് ശേഷം 13 ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിയെങ്കിലും പട്ടിണിയിലായ മനുഷ്യർക്ക് അതൊന്നും പര്യാപ്തമായിട്ടില്ല. നീണ്ട നേരം കാത്തുനിന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങുകയായിരുന്നു ആയിരങ്ങൾ. വ്യോമമാർഗവും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സർക്കാരിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ഉൾപ്പെടെയുള്ളവരും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം നെതന്യാഹു തള്ളിയിരിക്കെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് എതിരാളികളുടെ തീരുമാനം. ബന്ദികളുടെ മോചനം അജണ്ടയിൽ പ്രധാനമാണ് എന്ന ഇസ്രായേൽ സർക്കാർ വാദം തള്ളി പ്രക്ഷോഭം തുടരാൻ ഉറച്ചിരിക്കുകയാണ് ബന്ധുക്കൾ.